ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. 1 ശമൂവേൽ 4-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 3-ാം അധ്യായത്തിൽ ശമൂവേലിനെ ദൈവം വിളിക്കുന്നതും ഏലി പുരോഹിതൻ്റെ കുടുംബത്തിലുണ്ടാകാൻ പോകുന്നതായ ശിക്ഷാവിധിയെക്കുറിച്ച് പറയുന്നതും നമ്മൾ കേട്ടു. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ ജനം ഫെലിസ്ത്യരോട് യുദ്ധത്തിൽ തോൽക്കുകയാണ്. തോറ്റ സമയത്ത് അവരിങ്ങനെ വിചാരിക്കുന്നു, യഹോവയുടെ പേടകം ഞങ്ങളുടെ അടുക്കലില്ലായിരുന്നുകൊണ്ടാവാം തോൽക്കാൻ കാരണമെന്ന് പറഞ്ഞ് അവർ യഹോവയുടെ പേടകം കൊണ്ടുവരാനുള്ളതായ ഒരു ക്രമീകരണം അവിടെ ചെയ്യുകയാണ്. എന്നാൽ പേടകം ഇല്ലാത്തതുകൊണ്ടല്ല, അവരുടെ പാപനിമിത്തമാണ് അവർ തോൽക്കാൻ കാരണമെന്ന് ഒരിക്കലും മനസ്സിലാവുന്നില്ല. തോൽക്കുന്നതിന് ദൈവത്തെ അവർ കുറ്റപ്പെടുത്തുകയാണ്. യഹോവയുടെ പേടകമില്ലാത്തതുകൊണ്ട്, യഹോവ ഞങ്ങളെ കൈവിട്ടത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് പറയുന്നു. എന്നാൽ അവർ തോക്കുവാനുള്ള കാരണത്തിന് മുമ്പ് യഹോവയായ ദൈവം പല പ്രാവശ്യം പറഞ്ഞ് അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്. ദൈവത്തെ വിട്ട് അവർ മറ്റ് പാപങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് അവർക്ക് തോൽവി സംഭവിക്കുന്നത് പലപ്പോഴും മനസ്സിലാകുന്നില്ല. ഇന്നും നമ്മളും പലപ്പോഴും ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും കാരണം നമ്മുടെ പാപകരമായ ഭക്ഷണവും പാപകരമായ ചിന്തകളും പ്രവൃത്തികളും ഒക്കെയാണെന്ന് നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണല്ലോ യഥാർത്ഥ സത്യം. ഇവിടെ അങ്ങനെയാണ് സംഭവിക്കുക. അതുകൊണ്ട് അവർ യഹോവയുടെ പേടകം കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ആലോചന ഇവിടെ നടത്തുകയാണ്. യഹോവയുടെ പേടകം ഒരു അടയാളം മാത്രമാണ്. അടയാളമുള്ളത് കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടില്ല. ദൈവം നോക്കുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്, ജീവിത വിശുദ്ധിയാണ്. ജീവിത വിശുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമേ അടയാളങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കൊക്കെ പ്രസക്തിയുള്ളൂ. ഇല്ലെങ്കിൽ അതൊക്കെ വെറും കർമ്മങ്ങൾ മാത്രമായി മാറിപ്പോകുമെന്നുള്ള സത്യം നമ്മളെപ്പോഴും അത് മനസ്സിലാക്കേണ്ടതാണ്. അശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് അടയാളം ഒരിക്കലും ഒരു ഗുണവും ചെയ്യുകയില്ല. ഇന്നും പല സഭകളും പല ക്രൈസ്തവ കൂട്ടായ്മകളിലും അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കണ്ട് ദൈവത്തിൽ വിശ്വസിക്കുവാനുള്ള ശ്രമമാണ് എല്ലാവരും നടത്തുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ ആന്തരികമായ മർമ്മങ്ങളെ ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് അതിലെ വിശ്വാസികൾ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ കർമാദികൾ കൊണ്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന കാര്യം നമ്മളെപ്പോഴും ഇത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ദൈവം നോക്കുന്നത് എപ്പോഴും ജീവിത വിശുദ്ധിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ആചാരാനുഷ്ഠാനങ്ങളും പൗരോഹിത്യ ശുശ്രൂഷകളൊക്കെയും ജീവിത വിശുദ്ധിക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയില്ലാതെ അപ്പം നുറുക്കുകയും പാനപാത്രം കുടിക്കുകയും ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിക ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, അയോഗ്യമായി ദൈവത്തിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താൽ അത് മുഖാന്തരം വിപരീത ഫലങ്ങളായിരിക്കും നമുക്കുണ്ടാകുക. അത് മുഖാന്തരം നിങ്ങൾ പലരും രോഗികളാകുകയും പലരും മരിക്കുകയും ചെയ്യും. രോഗസൗഖ്യത്തിനും ജീവൻ നിലനിർത്താനും ഒക്കെയാണ് അത് നമ്മൾ ഭക്ഷിക്കുന്നത്. എന്നാൽ അത് അശുദ്ധമായി അയോഗ്യമായി നമ്മളത് ഉപയോഗിക്കുന്നുവെങ്കിൽ അതിന് വിപരീതമായ ഫലമുണ്ടാകുമെന്ന് ശ്രീഹാവിടെ നമ്മെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇവരെ യഹോവയുടെ പേടകമില്ലാത്തതാണെന്ന് വിചാരിച്ച് 5-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് യഹോവയുടെ പേടകം ഓടുന്ന് കൊണ്ടുവരുന്നു. യഹോവ പേടകം കൊണ്ടുവരുമ്പോൾ ജനം ആർത്ത് വിളിക്കുന്നുണ്ട്, യഹോവ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു എന്ന് വിചാരിച്ച്. ആർത്ത് വിളിച്ചതുകൊണ്ടോ ഉച്ചത്തിൽ സ്തുതിച്ചതുകൊണ്ടോ അവിടെ ദൈവമുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആർത്ത് വിളിക്കുന്നവരുടെ ഉച്ചത്തിൽ സ്തുതിക്കുന്നവരുടെ ഹൃദയം ദൈവം നോക്കും എന്ന് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നിയമപെട്ടകം കൊണ്ടുവന്നു, അതിനുശേഷം അവരോട് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്തു. ഇപ്പോൾ ഏറെ ആളുകൾ മരിക്കുന്ന സാഹചര്യം. 30,000 പടയാളികളാണ് മരിച്ചത്. ഇതിനു മുൻപ് 4,000 പേര് മാത്രമേ അവർ മരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പേടകം വന്നതുകൊണ്ട്, അടയാളം വന്നതുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്നവർ വിശ്വസിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിച്ചത്. 11-ാം വാക്യം വരുമ്പോൾ ഏലി പുരോഹിതന് മക്കളായ ഹൊബ്നിയും ഫിനെഹാസും അതോടൊപ്പം മരിക്കുന്നതായി നമ്മൾ കാണുന്നു. ഇതിനു മുൻപ് അവർ മരിക്കുമെന്നുള്ള കാര്യം ആ ശമൂവേൽ ബാലൻ മുഖാന്തരം
ഏലി പുരോഹിതനെ യഹോവയായ ദൈവം അറിയിച്ചിരുന്നതുമാണ്. ദൈവസ്ഥലത്തിൽ അയോഗ്യമായത് അവർ ചെയ്തു എന്നുള്ളതാണ്. പൗരോഹിത്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനത്തിന് തക്കതായ ശിക്ഷ ദൈവം നൽകുമെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. 12 മുതൽ 18 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉച്ചത്തിൽ അവർ യഹോവയെ സ്തുതിച്ചുകൊണ്ട് അടയാളം ഒക്കെ അവർക്ക് അടയിൽ വന്നതുകൊണ്ട് ഇനി കുഴപ്പമില്ല എന്നവർ അവിടെ വിശ്വസിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം അതിൻ്റെ പരിണിതഫലം അവർക്ക് യാതൊരു ഫലവും ഉണ്ടാകാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. അല്ല 12 മുതൽ 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ പരാജയം അറിഞ്ഞ ഏലി പുരോഹിതൻ ഇരുന്ന പീഠത്തിൽ നിന്ന് അദ്ദേഹം പുറകിലേക്ക് വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവികമായ ശുശ്രൂഷ ചെയ്ത ഒരു പുരോഹിതൻ്റെ ദാരുണമായ അന്ത്യം നമ്മളിവിടെ കാണുകയാണ്. ഈ ഏലി പുരോഹിതൻ യഹോവയുടെ പേടകം മറ്റുള്ളവർ ബലിസ്തീന് പിടിച്ചുകൊണ്ട് പോയെന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് കൂടുതൽ ദുഃഖമുണ്ടായതും അദ്ദേഹം പുറകോട്ട് വീണതും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ആ പേടകമായിരുന്നു. ആ പേടകം ബലിസ്തീന് കൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. മനപ്രയാസം കൊണ്ട്, ദുഃഖം കൊണ്ട് അദ്ദേഹം ഇരുന്ന പീഠത്തിൽ നിന്ന് പുറകോട്ട് വീണ് അദ്ദേഹം കഴുത്തൊടിഞ്ഞ് മരിക്കുന്ന ഒരു 98 വയസ്സുള്ളവനായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. വയോവൃദ്ധനായ ഈ പുരോഹിതൻ, കണ്ണു കാണാതെയും വാർദ്ധക്യത്തിലുമായിരിക്കുന്ന പുരോഹിതൻ, തൻ്റെ മക്കൾ അങ്ങനെയുള്ളതായ ദൈവസ്ഥലം ചെയ്യാൻ പാടില്ലാത്ത അകൃത്യം ചെയ്തപ്പോൾ അവരെ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യാതെ അവരെ ഉപദേശിക്കുക മാത്രമേ ചെയ്തുകൊള്ളുന്ന ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പരിണിതഫലമായി ദൈവം കഠിനമായ ശിക്ഷ ഇവിടെ ഏറ്റുവാങ്ങേണ്ടതായും ആ ഒരു അനുഭവം ഈ ഏലി പുരോഹിതന് ഉണ്ടാകേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നതായി നമ്മൾ ഇവിടെ കാണുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ഏകദേശം 40 വർഷത്തോളം ഒരു ശ്രേഷ്ഠ പുരോഹിതനായി ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഈ ഏലി പുരോഹിതനെന്ന് ഓർക്കുക. 19 വാക്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫിനെഹാസും ഹൊഫ്നിയൊക്കെ മരിച്ചുവെന്നറിഞ്ഞ് ഫിനെഹാസിൻ്റെ ഭാര്യ അവൾ അതിൻ്റെ ഭർത്താവിൻ്റെയും അമ്മായിപ്പൻ്റെയും മരണമറിഞ്ഞ് അവൾ പ്രസവാവസ്ഥയിലായിരുന്നു. വളരെ വേഗം അവൾക്ക് പ്രസവവേദന ഉണ്ടാവുകയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യേണ്ടതായ സാഹചര്യം, അല്ലെങ്കിൽ ആ കാലത്തിന് മുൻപ് തന്നെ കുഞ്ഞിനെ പ്രസവിക്കേണ്ട ഒരു സാഹചര്യം കൂടി അവിടെ സംഭവിക്കുന്നതായി നമ്മൾ ഇവിടെ കാണുകയാണ്. എന്നിട്ട് അവളവിടെ വിലപിക്കുന്നുണ്ട്. യഹോവയുടെ പേടകം ഫെലിസ്തീന് കൊണ്ടുപോയതിനാൽ ദൈവത്തിൻ്റെ ആ വലിയ കൃപ ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടുവെന്ന്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഹൃദയവിശുദ്ധിയാണ്. അടയാളങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ നല്ലതാണ്. അതിൻ്റെ ആ അർത്ഥം ഗ്രഹിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ അടയാളങ്ങൾ കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല എന്ന സത്യം നമ്മൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടിയും ദൈവത്തോടുള്ള വലിയ ബന്ധത്തിലേക്ക് നമ്മളെ വഴി നടത്താനുള്ളതാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ അധ്യായത്തിലെ ചിന്തകളും വായനകളും നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ.